ഹലോ, അസ്സാം വലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ക്രീം ബണ്ണാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ക്രീം ഡോണട്ട്സ് എന്നൊക്കെ പറയും. ഇപ്പോൾ ട്രെൻഡിങ്ങിന് നിൽക്കുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ഈ ക്രീം ഡോണട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് ഇതാ ഒരു ടീസ്പൂൺ അതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൂടുള്ള വെള്ളത്തിന് പകരം നമുക്ക് ഇളം ചൂടുള്ള പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആ മൈദൻ്റെ മിക്സിക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണും ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാൽ അധികം മെൽറ്റായി പോവാതെ കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ കൈ വെച്ചിട്ട് ഒരു നന്നായി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ആ ബൗളിൽ കുറച്ച് എണ്ണ ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലും കുറച്ച് തേച്ച് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പോൾ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അപ്പോഴാണ് ഇത് നന്നായി ഡബിളായി വരികയുള്ളൂ. അപ്പോൾ ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് ഡബിളായി വരും. ഇനി മറ്റൊരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഡ്രീം വിപ്പ് എന്ന പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി, 1 ടേബിൾ സ്പൂണ് ബട്ടർ, 1/4 കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിന് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുകയാണെങ്കിൽ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല മധുരമുള്ള പൗഡറാണ്, അതുകൊണ്ട് ഞാൻ ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനത് ഫ്രിഡ്ജിക്ക് മാറ്റുകയാണ്. ഇനി മിക്സിൻ്റെ ചെറിയ ജാറിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നേരത്തെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച ഡോണട്ട്സിൻ്റെ മിക്സ് നന്നായി ഡബിളായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടി കുഴച്ചെടുക്കുക, അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതാ ഓരോന്നും എടുത്തിട്ട് അത് റൗണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് വേണം നമ്മളിത് റൗണ്ട് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ടെക്ക് ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി കുറച്ച് വിതറി കൊടുത്തിട്ട് നമുക്ക് ഇത് ഓരോന്നും അതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാതും അതേ രീതിയിൽ ചെയ്തെടുക്കുകയാണ്. മുഴുവനും അതേ രീതിയിൽ ചെയ്തെടുത്തിട്ട് ഒരു അരമണിക്കൂർ അത് നമുക്കൊന്ന് ക്ലിംഗ് റാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഒരു മീഡിയം ചൂടുള്ള എണ്ണയിലിട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എണ്ണ നല്ല ചൂടായി ഓവർ ചൂട് പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് പുറം നല്ല മൊരിഞ്ഞും പോകും, ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടൂല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ.
പൊരിച്ചെടുത്ത് ഓരോന്നും നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ പഞ്ചസാരയും പാൽപ്പൊടിൻ്റെ മിക്സിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അത് ഒന്ന് ഭംഗിക്കും ഒന്ന് അധികം ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ ഒരു മാവ് കൊണ്ട് 5 ഡോണറ്റ്സാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചെറിയൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായി കത്തി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് അടിയിലേക്ക് എത്താത്ത രീതിയിലൊന്ന് കുത്തി കൊടുക്കുകയാണ്. അപ്പം മുഴുവനും അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ ഒരു കവറിലോ ഒക്കെ ആക്കിയിട്ട് ഇതേ രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്കാക്കി ക്രീം നിറച്ചു കൊടുക്കുക. അപ്പം നിറഞ്ഞു വരുമ്പോൾ അത് പുറത്തോട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അടുത്തേക്ക് നിറച്ചു കൊടുക്കുക. അപ്പോൾ ഈ ക്രീമിന് പകരം നമുക്ക് വേറെ ഏത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ ക്രീമൊക്കെ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല ക്രീമെല്ലാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നന്നായി ഇഷ്ടപ്പെടും. ഡോണറ്റ്സ് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ ബൈ.